ഫ്രണ്ട്സ്, ഇന്ന് ചാള വെച്ചുകൊണ്ട് ഒരു മുളക് കറിയാട്ടം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പാത്രം ചൂടായി വരുമ്പോൾ കടുകും ഉലുവയും ഞാൻ പൊട്ടിക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും വേപ്പിലൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സബോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ ചുവന്നുള്ളി ഇട്ടാലും നല്ല ടേസ്റ്റാണ് കറി. പക്ഷേ ഇന്ന് ഞാൻ സബോള വെച്ചിട്ടാട്ടോ കറി ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കും. തക്കാളി നല്ലോണം വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അത് കുറച്ച് നേരം ഒന്ന് 5 മിനിറ്റ് ഒന്ന് മൂടിയിട്ടിട്ടൊന്ന് വേവിച്ച് വരുമ്പോഴത്തേനും അത് നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചാലിച്ചെടുക്കാം കേട്ടോ. അധികം വെള്ളം ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് കുഴമ്പ് പരുവത്തിലാക്കി എടുത്താൽ മതി. എന്നിട്ട് വാടി വന്ന മസാലയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ പൊടികളുടെ മണം പോണ വരെ ഒന്ന് വാട്ടിയെടുക്കാം. നല്ലോണം വാടി വരുമ്പോൾ അതിലേക്ക് നമ്മളെ കോൽപ്പുളിയുടെ വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏതാണോ മീൻ അത് ചേർത്ത് കൊടുക്കുക. ചാളിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ നമുക്ക് ഇട്ടിട്ട് വേവിക്കാം. നല്ലോണം നമ്മളെ കറിയൊക്കെ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.